അപ്പോൾ രോഗം എവിടെയാണ് ഇരിക്കുന്നത്? എവിടെ ആസ്തമ ഇരിക്കണേ? പുറത്തെവിടെയെങ്കിലും ആണോ ഇരിക്കണേ? പുറത്തെവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കയറുന്നതാണോ ആസ്തമ? എവിടെയാ പ്രമേഹം ഇരിക്കുന്നേ? നമ്മുടെ ഉള്ളിലായിരിക്കുന്നേ. നമ്മുടെ പാൻക്രിയാസ് നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന് കേടുപറ്റുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഉണ്ടായി എന്നല്ലാതെ രോഗമൊന്നും വന്ന് ചേരുന്നില്ല. നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. ബ്ലഡ് പ്രഷർ കൂടി, ആ രോഗം എവിടെ നിന്നാണ് വരണേ? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന ഒരു പാകപ്പിഴ മാത്രമാണ്, ഒരു ട്രാക്ക് തെറ്റൽ മാത്രമാണ്. തലവേദന, തലയിൽ നിന്നൊന്ന് തുടങ്ങാം. തലവേദന വരുന്ന എവിടെ നിന്നാ? പുറത്തെവിടെ നിന്നെങ്കിലുമോ? തലവേദന വരുന്നത് അത് വെള്ളം കുടി കുറഞ്ഞാൽ വരാം. അപ്പോൾ തലയിൽ നിന്നല്ല. തലവേദന തലയുടെ കുറ്റം കൊണ്ടല്ല, വെള്ളം കുടി കുറഞ്ഞാൽ വരാം. അതേപോലെ തന്നെ അശുഭ വാർത്തകൾ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ പെട്ടുപോയാൽ വരാം. ചില ഗന്ധം വന്നാൽ വരാം. പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പം ഗന്ധം, ദുർഗന്ധമാണ് രോഗമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ വന്നു കയറാം. അതല്ലാതെ തലവേദന പുറത്തുനിന്ന് ഓടി വന്ന് തലയിൽ കയറി വേദന ഉണ്ടാക്കില്ല. ചില സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിട്ട് വേണമെങ്കിൽ വരാം. കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത് മാക്കുലർ പ്രോബ്ലം ആണെങ്കിലും തിമിരം, ഗ്ലോക്കോമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തുനിന്ന് വന്ന് കയറുന്നതാണോ? ചെവി കേൾവിക്കുറവ്, മറവി രോഗം, ഇതൊന്നും പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറണതല്ല. പിന്നെന്താ? ഹൃദ്രോഗം, ഹൃദയത്തിന് വരുന്ന ബ്ലോക്ക്, അല്ലെങ്കിൽ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുന്നു, ഹൃദയമിടിപ്പ് പതുക്കെയാകുന്നു, പിന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ വരാം. അതും പുറത്തുനിന്ന് പലരും കയറി മെഷീനറി മോശമാക്കി അതെത്തുന്നുണ്ടാകുന്നതാണോ? അതുമല്ല. രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ കുറയുന്നു, വെളുത്ത രക്താണുക്കൾ കൂടുന്നു, പ്ലേറ്റ്ലെറ്റ് കുറയുന്നു, അതും പുറത്തു നിന്ന് ഉണ്ടാകുന്ന അപകടമല്ല. കാൽമുട്ട് തേഞ്ഞു, കുട്ടികളുണ്ടാകുന്നില്ല, ഗ്യാസ് ട്രബിള്, മലബന്ധം, കരളിന് കേട്, വൃക്കയ്ക്ക് കേട്, ഇതൊക്കെ പുറത്തുനിന്ന് ബാക്ടീരിയകൾ, വൈറസ് വന്നുണ്ടാക്കുന്നതല്ലേ. അങ്ങനെ കരുതി പോയാൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലായി. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയകൾ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉണ്ടാക്കുന്നതാണ്. വൈറസ് വന്ന് കയറിയിട്ടാണ് എൻ്റെ കരൾ കളഞ്ഞത്. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്ന ചികിത്സക്കാരുണ്ട്. അവർ നിങ്ങളുടെ ബ്ലഡിൽ പരിശോധിച്ച് ഈ ബാക്ടീരിയ കൂടുതലാണ്, ആ വൈറസ് ഉണ്ട്, ഈ വൈറസ് എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ അതാണോ സത്യം? അതാണോ കാരണം? അവർ പറയുന്ന കാര്യങ്ങൾ, ബാക്ടീരിയ കൂടി, ഷിഗല്ല വന്നു, ലെപ്റ്റോസ്പൈറ വന്നു, അതെന്തുകൊണ്ട് വന്നു എന്നുള്ളിടത്താണ് കാരണം കിടക്കുന്നത്. അത് കാരണമല്ല. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് അവർ പറയുമ്പോൾ അത് ശരി തന്നെയാകാമെങ്കിലും അതല്ല കാരണം. ആ ബാക്ടീരിയയെ കൊന്നതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ രോഗം മാറണം, ആ രോഗി രക്ഷപ്പെടണം. ഇത് എത്ര ടൺ ആൻറ്റിബയോട്ടിക് കഴിച്ചാലും അണുക്കളെ എത്ര കൊന്നാലും രോഗം മാറുന്നില്ല. അഥവാ രോഗം മാറിയതായിട്ട് തോന്നിയാലും രോഗിയുടെ ആരോഗ്യം നന്നാകുന്നില്ല. രോഗി അടുത്ത രോഗത്തിലേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും പുറത്തു നിന്ന് ഓടി വന്ന് നമ്മുടെ ഉള്ളിൽ കയറി നമ്മളെ രോഗികളാക്കിയതല്ല, നമ്മൾ സ്വയം രോഗിയായി കൊടുത്തതാണ്. അതെങ്ങനെ? നമ്മളെങ്ങനെയാ സ്വയം രോഗിയായി കൊടുക്കുന്നത്? ഭക്ഷണപാനീയങ്ങളിലൂടെ, വികാര വിചാരങ്ങളിലൂടെ, ജീവിതശീലങ്ങളിലൂടെ. നിങ്ങൾ
അപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുള്ള പൊടി കൊണ്ട് കുഴച്ച് വെള്ളം കുറഞ്ഞ് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അപ്പത്തിൻ്റെ ലക്ഷണവും വെള്ളം പാകമായ അപ്പത്തിൻ്റെ ലക്ഷണവും വെള്ളം കൂടിപ്പോയ അപ്പത്തിനും ഓരോരോ ലക്ഷണങ്ങളായിരിക്കും. അപ്പം ഏത് ഭക്ഷണപാനീയങ്ങൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താണ് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിരന്തരമായി പണിതുകൊണ്ടിരിക്കുന്നത്. ആ ഭക്ഷണപാനീയങ്ങളുടെ സ്വഭാവമായിരിക്കും നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുക. അപ്പോൾ പെർഫെക്റ്റായ റോ മെറ്റീരിയൽസ്, പെർഫെക്റ്റായ ഭക്ഷണപാനീയങ്ങൾ ഇട്ട് കൊടുത്താണ് നിങ്ങളുടെ രക്തമജ്ജമാംസാദികൾ ഉണ്ടാകാൻ ഇടയാക്കുന്നതെങ്കിൽ ആ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യ കരുത്തായിരിക്കില്ല, ഉന്മേഷമായിരിക്കില്ല. നിങ്ങൾ മോശമായ തരംതാണ, ഗുണമേന്മയില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങളിട്ട് ശരീരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുക. അങ്ങനെ ദുർബലമാകുന്ന ഒരു ശരീരം, ആ ശരീരത്തിന് പ്രകൃതിയുടെ നിയമപ്രകാരം നിലനിൽക്കാൻ അവകാശമില്ല. ആശുപത്രിയുടെ നിയമപ്രകാരം ഉണ്ടാകും. എവിടെയൊക്കെ ദ്വാരം ഉണ്ടോ അതിലൂടെ എല്ലാം അവരെ കുഴൽ കയറ്റി അവരങ്ങനെ ഇടും. അവർക്ക് ICU ഉണ്ട്, വെന്റിലേറ്റർ ഉണ്ട്. മരിക്കാതെ നോക്കിയാൽ മതി. രോഗി ചത്തതിനൊക്കുമേ ജീവിച്ചിരുന്നാലും അവർക്ക് പ്രയാസമില്ല. ആ ജീവിതം നീട്ടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ വിജയം. 102 വയസ്സുള്ളപ്പോൾ ബഹുമാന്യനായിരുന്ന VS അച്യുതാനന്ദനെ ഒരു വർഷമായിട്ട് തളർന്ന് കിടക്കുകയാണ്. എണീക്കാനോ നടക്കാനോ വയ്യ. ഒരു അറ്റാക്ക് കൂടി ഉണ്ടായപ്പോൾ ആശുപത്രിക്കാരുടെ കയ്യിൽ കിട്ടി. ICUയിൽ കയറ്റി, വെന്റിലേറ്ററിൽ കയറ്റി, 24 മണിക്കൂർ കൂടുമ്പോൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനായിരുന്നു ഡോക്ടർമാരെ നിങ്ങളിതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ മരിക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു, എന്നാൽ മരിക്കാതിരിക്കാൻ അനുവദിക്കാവോ? അത് പറ്റുമോ? ഇതൊക്കെ മരിക്കാതിരിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ. മരിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക്? പറ്റി. ഏതോ ദിവസങ്ങൾ, 1 മാസം 2 മാസത്തോളം അതിനുള്ളിലിട്ട് അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു, മരിക്കാതിരിക്കാൻ ചെയ്തുകൊണ്ടിരുന്നു. ആ കിടക്കുന്ന ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. നരക തുല്യമല്ലേ. നമുക്കൊരു ദിവസം വേണമെങ്കിൽ കിടക്കാം, 2 ദിവസം കിടക്കാം, 3 ദിവസം കിടക്കാം. പിന്നെ എഴുന്നേക്കാൻ വയ്യാണ്ട് കട്ടിലിൽ തന്നെ കിടക്കണമെന്ന് പറഞ്ഞാൽ തിരിയാനും മറിയാനും പോലും പറ്റാത്തൊരവസ്ഥയിൽ. പക്ഷെ മരിക്കാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. ആ രീതിയിൽ വേണമെങ്കിൽ അപ്പോഴും ഇതെല്ലാം ഉണ്ടായിട്ടും ആൾ മരിക്കുന്നു. ആ മരിക്കുന്ന സമയമാണോ മരിക്കേണ്ട സമയം? അതിനു മുമ്പേ മരിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയുക പ്രയാസമാണ്. അവരുടെ രീതി കൊണ്ട് മാത്രമാണോ നീണ്ടു കിട്ടിയത്? കാരണം അറ്റാക്ക് ഉണ്ടായപ്പോൾ മരിച്ചില്ല. അറ്റാക്ക് ഉണ്ടായി ആളെല്ലാം എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വഴി മരിച്ചില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുന്തവും കുടച്ചൊക്കെ പിടിപ്പിച്ചത്. അതുവരെ മരിച്ചില്ല. അപ്പോൾ പിന്നെ അവിടെ ചെന്നും ഉടനെ മരിക്കേണ്ട അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്വാളിറ്റി ഇല്ലാത്ത ശരീരത്തിലെ അവയവങ്ങൾ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. അതിനെന്താ ചെയ്യേണ്ടത്? ആരോഗ്യം കുറഞ്ഞ ശരീരത്തിലെ അവയവങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ആരോഗ്യം കുറഞ്ഞ ശരീരത്തിൻ്റെ പമ്പിങ് ശരിയല്ല. എന്ത് ചെയ്യണം? ഒരു പേസ് മേക്കർ വെച്ചാൽ മതി, പമ്പിങ് കൂട്ടിയെടുക്കാം. ഹാർട്ടിന് കുഴപ്പം വന്നത് എന്തുകൊണ്ടാണ്? ജനറൽ ഹെൽത്ത്, പൊതുവായ ആരോഗ്യം ശരിയല്ലാത്തത് കൊണ്ടാണ് പമ്പിങ് ശരിയല്ലാതെ വന്നത്. അതിന് ട്രീറ്റ്മെൻറ്റ് എന്താണ്? പേസ് മേക്കർ, ബാറ്ററി വെച്ച് ഇലക്ട്രിക് ചാർജ് പുറപ്പെടുവിക്കാൻ കഴിയുന്ന പേസ് മേക്കർ വെച്ചാൽ മതി. അല്ലേ? അത്ഭുതകരമാണ്. അതുകൊണ്ട് ആരോഗ്യം കൂടുമോ? ഈ കുറഞ്ഞ ആരോഗ്യവും അതുകൊണ്ട് ഹൃദയത്തിനുണ്ടായ പ്രവർത്തന പ്രയാസത്തിന് ഈ പേസ് മേക്കറുമായിട്ട് രോഗി
ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരും. അതേസമയം ഈ രോഗിയെ അനങ്ങാതെ കിടത്തി കുറച്ച് ദിവസങ്ങൾ ആരോഗ്യം കൂട്ടിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ചെയ്ത് പതുക്കെ ആരോഗ്യം കൂട്ടിയെടുത്താൽ കുറച്ച് ദിവസങ്ങൾ, 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസമോ രോഗി മറ്റു കാര്യങ്ങളെല്ലാം നിർത്തി ആരോഗ്യ പുനഃസമ്പാദനത്തിൽ ശ്രദ്ധിക്കേണ്ടതായി വരുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഈ കുന്തവും കുടച്ചക്രവും ഇല്ലാതെ സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഏത് രോഗവും ഒരു ശരീരത്തിന് പിടിപെടുന്നത്, ആ രോഗം പിടിപെടാവുന്ന ഒരു സാഹചര്യം ആ ശരീരത്തിലുണ്ടായിട്ടാണ്. ശരിയാണോ? ആ രോഗത്തിന് പറ്റിയ രീതിയിലായിപ്പോയി ശരീരം. ഡീജനറേഷൻ സംഭവിച്ചു, ഡീഗ്രഡേഷൻ സംഭവിച്ചു, ആരോഗ്യം താഴ്ന്നു പോയി. ശരീരത്തിനുള്ളിലുള്ള രോഗപ്രതിരോധ പ്രവർത്തന സന്നാഹങ്ങൾക്ക് ആരോഗ്യമില്ലാതെ പോയി, അവ വീക്കായി. ഒരു സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ഗാർഡുമാർ വീക്കായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാത്രി എല്ലാവരും പോയി കഴിയുമ്പോൾ അവർ കിടന്നുറങ്ങും. എന്തു പറ്റും? പലരും കടന്നു കയറും, വൈറസ് കയറും, ബാക്ടീരിയ കയറും, എന്നിട്ട് പലതും കട്ടുകൊണ്ട് പോവും. അതല്ല സെക്യൂരിറ്റിക്കാർ ശ്രദ്ധിക്കുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പള്ളിക്കകത്ത് ഇരുന്ന് സാവധാനം ക്ഷമയോടെ ഓരോ ഭണ്ഡാരവും തുറന്ന്, അമ്പലത്തിലെ ഓരോ ഭണ്ഡാരവും കുത്തി കവർന്ന് നോട്ടുകെട്ടുകളെല്ലാം തരംതിരിച്ച് അതിനുള്ളിലിരുന്ന് തന്നെ ഭംഗിയാക്കി കാര്യം നടത്തി അവർ തിരിച്ചു പോകും. അപ്പം നിങ്ങളുടെ ജാഗ്രത നിങ്ങളുടെ ശരീരത്തെ നേരെ കൊണ്ടു നടക്കാൻ, നേരെയാക്കാനുള്ള നിതാന്തമായ ജാഗ്രത നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിലെപ്പോഴെങ്കിലും നിങ്ങൾ ജാഗ്രതക്കുറവ് വരുത്തിയാൽ അപ്പോൾ കടന്നു കയറുന്നവയാണ് ഇവരീ പറയുന്ന വൈറസ്, ബാക്ടീരിയ, അമീബ, പിന്നെന്താണ് ഫംഗി. എപ്പോഴാണോ ജാഗ്രതക്കുറവ്, നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ഭടന്മാരുണ്ട്. ഭടൻ തന്നെയാണോന്നല്ല, ഭടിയും ആവാം. ആരാണ് ഈ പ്രതിരോധ ഭടനും ഭടിയും? ഈ ശരീരം മുഴുവൻ കോടാനുകോടി ബാക്ടീരിയകളാണ് വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. അവരുടെ ജോലി ശരീരത്തെ അസ്വസ്ഥമാക്കാനിടയുള്ള യാതൊരു സാധനവും ഇതിനുള്ളിലേക്ക് വരരുത്, കടക്കരുത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ടർപ്പായ കെട്ടി കടയുടെ മൂലയ്ക്ക് അല്ലെങ്കിൽ കാനയുടെ മുകളിലൊക്കെ കുടില് പോലെ കെട്ടി താമസിക്കുന്ന നാടോടികളുടെ മക്കൾക്ക് അവർ കുളിക്കുന്നത് ആ കാനയിലെ വെള്ളത്തിലായിരിക്കും. കുടിക്കാൻ അങ്ങനെ ശുദ്ധജലം കിട്ടണമെന്നില്ല. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോഷക ഭക്ഷണമൊന്നും അവർക്കില്ല. വല്ലപ്പോഴും ഒരു ആമയെ കിട്ടിയാൽ അന്ന് ഉത്സവം. ആ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ട്. നമ്മൾ മണ്ണിലിറക്കാതെ തലയിൽ തൊപ്പിയും വെച്ച് കാലയിൽ സോക്സ് തൊട്ട് ചോക്ലേറ്റ് പൊതിയണ പോലെ പൊതിഞ്ഞ് മെത്തേ കിടത്തിയുള്ള കുട്ടിക്ക് കഫക്കെട്ടും ആസ്തമയും അലർജിയും രോഗം മാറിയിട്ട് നേരമില്ല. ആ കുട്ടിയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ വീക്കാണ്. ശരീരം ഉണ്ടായിട്ടുള്ളത് എന്താണ്? ടിനോപ്പാല്, റബ്ബർ പാല്, പശുവും പാല്, ഇങ്ങനെയുള്ള തരംതാണ പാലുകളിൽ നിന്നാണ്. അമ്മയുടെ മുലപ്പാല്, ആ മുലപ്പാലിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവണ്ടേ? ആരോഗ്യമില്ലാത്തൊരമ്മയുടെ മുലപ്പാലിന് കുഞ്ഞിന് ആരോഗ്യം കൊടുക്കാൻ പറ്റുമോ? ആ മുലപ്പാലിൽ വേണ്ടത്ര പോഷകങ്ങൾ ഉണ്ടാകുമോ? ജീവൻ ഉണ്ടാകുമോ? ആരോഗ്യമില്ലാത്ത അച്ഛൻ, കള്ളുകുടിയും കഞ്ചാവ് വലിക്കണ അച്ഛൻ, ആരോഗ്യമില്ലാത്തൊരമ്മ, ജങ്ക് ഫുഡ് മുഴുവൻ കഴിക്കുന്ന ഒരമ്മ, രണ്ടുപേർക്കും കൂടി ഉണ്ടാകുന്ന കുഞ്ഞ്,
അങ്ങനെ ഇരിക്കും. അരക്കിറുക്കൻ കഞ്ചാവ് വലിച്ച് പണ്ട് അരക്കിറുക്ക് പിടിച്ച ചെറുക്കൻ നല്ലൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കും. അതിലുണ്ടാകുന്ന കുഞ്ഞിന് അരക്കിറുക്കുണ്ടാവും. ഇപ്പോൾ അച്ഛനും കഞ്ചാവ് വലിക്കും, കഞ്ചാവ് പോലെ അതിനപ്പുറത്തേക്ക് പോയി പെൺപിള്ളേരും കഞ്ചാവ് വലിക്കും, LSD ഉപയോഗിക്കും. ഈ LSDയും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് അരക്കിറുക്കൻ ചെറുക്കനും അരക്കിറുക്കൻ പെണ്ണും കൂടെ കല്യാണം കഴിച്ചുണ്ടാകുന്ന കുഞ്ഞിന് മുഴുക്കിറുക്കാണ്. തലമുറകളിലൂടെ അനാരോഗ്യത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ ആ ശരീരം എന്ന് പറയുന്ന മെറ്റീരിയല്, സാധനം, അത് നന്നായിരിക്കണം. അതിനെയാണ് നന്നാക്കേണ്ടത്. നിങ്ങൾ രോഗങ്ങളെ വെറുതെ വിട്. അതിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന, പ്രഭവ കേന്ദ്രമായിരിക്കുന്ന നിങ്ങളുടെ ശരീരം ആരോഗ്യകരാക്കുക, രോഗത്തിന് സാധ്യതയില്ലാത്തതാക്കുക. പ്രായം വരുമ്പോൾ, അറ്റം വരുമ്പോൾ എന്തെങ്കിലും ഒരു രോഗം വരികയെ. ഇപ്പോൾ നിർമ്മലാനന്ദഗിരി മഹാരാജ് 86-ാമത്തെ വയസ്സിൽ കുഴഞ്ഞു വീണു. 86-ാമത്തെ, അതുവരെ പുലി പോലെ ഓടി. കുഴഞ്ഞു വീണെടുത്ത ആളുകൾ ബോധം കെട്ട് വീണപ്പോൾ പൊക്കി ആശുപത്രി കൊണ്ടുപോയി. പിറ്റേ ദിവസം തന്നെ മരിച്ചു. അവസാന ഘട്ടത്തിൽ പോകാൻ വേണ്ടി ഒരു കാരണം അത് വന്നാ വരട്ടെ. അതല്ലാതെ, കാരണം എത്ര ആരോഗ്യമായിരിക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രാണന് വീട്ടിൽ പോകേണ്ട നേരത്ത് പ്രാണൻ വീട്ടിൽ പോകും. ആരോഗ്യമുള്ള ശരീരമാണ്, അതുകൊണ്ട് പോകണത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമൊന്നും അവിടെ വരില്ല. പിന്നെ പ്രവർത്തിച്ച് ഒരു കാലം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കഴിവ് നഷ്ടപ്പെടും. ഒരു ബൾബ് 1000 മണിക്കൂർ കത്തി നിന്ന് കഴിഞ്ഞിട്ട് ഫ്യൂസായേ പറ്റുള്ളൂ. അതിനകം ചിലപ്പോൾ കുറവിൽ പോകും, ചിലപ്പോൾ അത്രയും പോയില്ല എന്ന് വരും. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനും ഓരോ അവയവത്തിനും അതിൻ്റേതായ പ്രവർത്തന ശേഷിയുണ്ട്. ഹൃദയത്തിനായാലും കരളിനായാലും കുടലിനായാലും ഓരോ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഒരു സെക്കൻഡിൽ, വെറും ഓരോ സെക്കൻഡിലും 10 ലക്ഷം തുടങ്ങി 40 ലക്ഷം വരെ കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ മരിക്കുന്നത് ഒരു സെക്കൻഡിൽ. ഓരോ സെക്കൻഡിലും അങ്ങനെ ചത്തുമാറുന്നുണ്ട്, പുതിയത് വരുന്നുണ്ട്, പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പഴയതെല്ലാം ചത്തുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് അപ്പോപ്റ്റോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പുതുതായി, നിരന്തരം പുതുതായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ശരീരം എന്നുള്ളത് കൊണ്ടാണ് ഒരു നേരം പോലും മോശം ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുത്. കൊതിയെ ജയിക്കണം, കൊതിയെ ജയിക്കണം. കൊതി എന്ന് പറഞ്ഞാൽ എന്താ? കൊതി നാവിൻ്റെ രുചിയാണ്. എന്താ ഈ രുചി? പറഞ്ഞത് ശരിയാണ്, നാവിൻ്റെ രുചിയാണ്, അതിൻ്റെ ഓർമ്മയാണ് കൊതി. എന്താ ഈ രുചി? കാങ്ക്രൂ തിന്നാനായിട്ട് എനിക്ക് കൊതിയുണ്ടോ? കൊതിയുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലെന്ന് പറയാം. അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ കൊതി എന്താണ്? അറിയാവുന്ന, കഴിച്ച് ശീലിച്ച ഒരു സാധനം, അത് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിൽ കൊതി. ഏതെങ്കിലും ഒരു ചൈനക്കാരന് പുഴുക്കലരിച്ചോറ് തിന്നാഞ്ഞിട്ട് കൊതി വരണമുണ്ടോ? പുഴുക്കലരിച്ചോറ് എന്താണെന്ന് ചൈനക്കാരന് നല്ലൊരു ശതമാനത്തിന് അറിയില്ല. ചൈനക്കാരൻ്റെ നല്ല ആരോഗ്യ ഭക്ഷണമുണ്ട്, അത് തിന്നാൻ നിങ്ങൾക്ക് കൊതി വരണമുണ്ടോ? എന്താണ് ചൈനക്കാരൻ്റെ എനർജി ഡ്രിങ്ക് എന്നറിയാവോ? നല്ല ചെറിയ വിഷപ്പാമ്പിനെ പിടിക്കും, എന്നിട്ട് ഒരു കുപ്പിയിൽ ചാരായോ ഇട്ട് ഈ പാമ്പിനെ അതിൽ ഇറക്കിയിട്ടിട്ട് മൂടി വയ്ക്കും, കെട്ടി വയ്ക്കും. ആഴ്ചകൾ കഴിയുമ്പോൾ ഈ പാമ്പ് അതിലങ്ങ് ലയിച്ച്, ചാരായോ അല്ലേ, അത് മൊത്തം അതിൽ ലയിച്ചങ്ങ് ചേരുമ്പോൾ ഓരോ ഔൺസ് വീതം ദിവസേന അങ്ങോട്ട് കുടിക്കുക. ഭയങ്കര ആരോഗ്യമെന്നാണ് ചൈനക്കാർ പറയണത്. തലക്ക് വട്ടാണ്. അതിനോട് നിങ്ങൾക്ക് കൊതിയുണ്ടോ? കൊതിയില്ല എന്ന് മാത്രമല്ല, അയ്യേ എന്നാണ് അവരുടെ മുഖം ഇരിക്കുന്നത്. അയ്യേ. അപ്പോ ഈ കൊതി, രുചി എന്ന് പറയുന്നത്
വളരെ ഒരു മിഥ്യയായ, ശരിയല്ലാത്ത, നമ്മെ വഴിതെറ്റിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാൻ സാധിക്കണം. അതിനപ്പുറത്തായിരിക്കണം നമ്മുടെ തീരുമാനമായിരിക്കണം ജീവിതത്തെ നയിക്കേണ്ടത്. തീരുമാനം, ഉറച്ച തീരുമാനം. നമ്മുടെ വേണോ വേണ്ടയോ, ചെയ്യണോ ചെയ്യണ്ടയോ, ഈ സന്ദേഹങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത്.